ദുഷിച്ച കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് സാമ്പത്തിക വർധനവ് മാത്രം ലക്ഷ്യം വെച്ച് ചെറുപ്പക്കാരെ യുവത്വം നശിപ്പിക്കരുത്. അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ സിദ്ധാന്തങ്ങളിലാ ജീവിക്കുന്നത്. കൂട്ടുകാരന്റെ ദീൻ എങ്ങനെയാണോ അങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ദീന് വരുന്നത്. ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ, ഓരോരുത്തരും ചിന്തിക്കണം ആരോട് കൂട്ടുകൂട്ടണം, ആരോട് സഹവസിക്കണം. നിസ്കരിക്കാത്തവന്റെ കൂടെയാണോ നിങ്ങളെ മകന്? നിസ്കരിക്കാൻ അവന് മടിവരും. നോമ്പ് നോൽക്കാതെ നടക്കുന്നവന്റെ കൂടെയാണോ? നോമ്പ് നോൽക്കാൻ അവന് മടിവരും. ഹറാമില് നന്നായി സുഖം കണ്ടെത്തുന്നവരുടെ കൂടെയാണോ? ഓരോ ദിവസവും ഓരോ പെണ്ണിനെ മാറി മാറി ചാറ്റ് ചെയ്യുന്നവരെ കൂടെയാണോ? അവന്റെ മെമ്മറിയിൽ ഇല്ലാത്ത പെണ്ണുങ്ങളില്ല. വിവാഹ ജീവിതം ഹലാലായത് എത്തുന്നതിന്റെ മുമ്പ് അവന്റെ ജീവിതത്തിന്റെ വികാര വിചാരങ്ങൾ മുഴുവനും നശിച്ചുപോയി. കാരണം അല്ലാഹ് ഹറാമാക്കിയത് അവന്റെ മുന്നിൽ സജീവമായി വരാൻ അവന്റെ കൂട്ടുകാര് മുഖേന കഴിഞ്ഞപ്പോ, കൂട്ടുകാര് പിന്തുണ കൊടുത്തപ്പോ അവന് മാറിപ്പോയി. ചീത്ത കൂട്ടുകാരിൽ നിന്ന് നല്ല കൂട്ടുകാരെ സ്വീകരിച്ചാൽ ജീവിതത്തിന് മാറ്റം വരുമോ? മാറ്റം വരും. ഒരു ചെറുപ്പക്കാരനായ നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരുപാട് ദുസ്വഭാവങ്ങളുണ്ട്. ഞാൻ വ്യഭിചരിക്കുന്ന ആളാണ്, മോഷണം നടത്തുന്ന ആളാണ്, കള്ളം പറയുന്ന ആളാണ്, ദുഷിച്ച സ്വഭാവങ്ങൾ മദ്യപിക്കുന്ന ആളാണ്. എല്ലാം കൂടെ ഒഴിവാക്കിയിട്ട് ഇസ്ലാമിലേക്ക് വരാൻ എനിക്ക് സാധിക്കൂല. ഏതെങ്കിലും ഒന്ന് മാത്രം വിടാൻ തങ്ങൾ പറഞ്ഞാൽ ആ ഒന്ന് മാത്രം ഒഴിവാക്കിയിട്ട് ഞാൻ ഇസ്ലാമിലേക്ക് വരും. അത് നീ ഒരുക്കമാണോ? ഞാൻ അതിന് ഒരുക്കമാണ്. എങ്കിൽ നീ ഇസ്ലാം സ്വീകരിച്ചോ. ഒരൊറ്റ കാര്യമേ നിന്നോട് ഞാൻ പറയുന്നുള്ളൂ, കളവ് ഒരിക്കലും നീ പറഞ്ഞുകൂടാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ഏറ്റവും നല്ല ഖലീലിനെ കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയ ചെറുപ്പക്കാരൻ വീട്ടിലെത്തിയിട്ട് വൈകുന്നേരമതാ അവന്റെ കൂടെ നടക്കുന്ന കൂട്ടുകാര് വന്നിട്ട് പറയുന്നു, നീ വരുന്നോ? ഇതുവരെ കാണാത്ത, ഇതുവരെ രുചിക്കാത്ത മധുര 17കാരിയായ അമ്പരച്ചുംബിയായ ഒരു പെണ്ണുണ്ട്. നീ ഒരുക്കമാണോ? നീ വരുന്നോ? കൂട്ടുകാരൻ കുറച്ചു നേരം ചിന്തിച്ചിട്ട് പറയുന്നു, സുഹൃത്തുക്കളെ, ഞാനില്ല. എന്തേ കാരണം? മുത്തുനബി തങ്ങളോട് ഞാനൊരു വാഅദ് ചെയ്തിട്ടുണ്ട്, ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, കള്ളം പറയൂലാന്ന്. നാളെ ഞാൻ മദീനത്തേക്ക് പോകേണ്ടി വന്നാൽ നിങ്ങളെ കൂടെ ഞാൻ ഇന്ന് വന്ന് ആ പെണ്ണുമായി അവിഹിത വേഴ്ച നടത്തിയിട്ട് നബി തങ്ങൾ എന്നോട് നീ വ്യഭിചരിച്ചോ എന്നെങ്ങാനും ചോദിച്ചാൽ എന്റെ മാനം കാക്കാൻ ഞാൻ ഇല്ലെന്ന് പറയണം. അത് കളവല്ലേ? കളവ് പറയില്ല എന്നല്ലേ ഞാൻ കൈപിടിച്ച് പറഞ്ഞത്. സത്യം ഞാൻ പറഞ്ഞാലോ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് എനിക്ക് 100 അടി തരും. എന്റെ മാനം പോയില്ലേ? 1 വർഷം എന്നെ നാട് കടത്തും. എനിക്ക് വലിയ പരാജയമല്ലേ സംഭവിക്കുന്നത്? ഞാനില്ല, നിങ്ങൾ പോയിക്കോ. പിറ്റത്തെ ദിവസം അതാ മോഷണ സംഘമാകുന്ന കൂട്ടുകാര് വരുന്നു. നല്ലൊരു വീടുണ്ട്, വീട്ടുകാരിന്ന് രാവിലെയാ പോയത്. ഇതുവരെ നമ്മൾ പ്രവേശിക്കാത്ത വീടാണ്. ആഭരണങ്ങൾ ഇഷ്ടം പോലെ വീട്ടിലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. നല്ല സമ്പന്നരാണ്. നീ വരുന്നോ? അല്പനേരം ചിന്തിച്ച് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ലേ ഇല്ല. എന്തേ നീ വരാത്തത്? ഞാൻ നിങ്ങളെ കൂടെ വന്ന് മോഷണം നടത്തിയാൽ, മോഷണത്തിൽ പങ്കാളിയായാൽ
നാളെ പിറ്റേന്ന് മദീനയിലെത്തുമ്പോ നീ മോഷ്ടിച്ചോന്ന് ചോദിച്ചാല് അതേ എന്ന് പറഞ്ഞാല് എന്റെ വലത്തെ കൈയിന്റെ കഫിന്റെ ഭാഗം മുറിച്ചു മാറ്റും, എന്നേക്കുമായി എനിക്ക് അപമാനമാണ്. ഇല്ലെന്ന് പറഞ്ഞാലോ അത് കളവല്ലേ? കളവ് ഞാൻ പറയില്ല എന്നല്ലേ പറഞ്ഞത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഒരൊറ്റ മിനിറ്റ് സൗഹൃദം പാലിച്ച് ഒരൊറ്റ വസിയ്യത്ത് സ്വീകരിച്ചപ്പോഴേക്ക് ചെറുപ്പക്കാരൻ നന്നായി പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് മദീനയിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, വല്ലാത്തൊരു തീരുമാനമാണ് തങ്ങൾ പറഞ്ഞത്. ഒരൊറ്റ കാര്യം എന്നിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞപ്പോഴേക്ക് വ്യഭിചാരം ഒഴിവായി പോയി, മോഷണം ഒഴിവായി പോയി, കൊലപാതകം ഒഴിവായി പോയി, അക്രമം ഒഴിവായി പോയി, എല്ലാ ദുഷിച്ച സംഗതികളും ഒഴിവായി പോയി. തങ്ങൾ തലവനെയാണല്ലോ പിടിച്ചു കെട്ടിയത്. അതേ, തലവനെയാണ് പിടിച്ചു കെട്ടിയത്. ഇന്നൽ കദിബ യഹ്ദീ ഇലൽ ഫുജൂർ വ ഇന്നൽ ഫുജൂറ യഹ്ദീ ഇലന്നാർ. കള്ളം പറയുന്നത് സർവ്വ അനാവശ്യങ്ങളിലേക്കും പ്രേരിപ്പിക്കും, എല്ലാ അനാവശ്യങ്ങളിലേക്കും നിന്നെ ചേർത്തിക്കൊണ്ടുപോകും. വ ഇന്നൽ ഫുജൂറ യഹ്ദീ ഇലന്നാർ. അനാവശ്യങ്ങൾ നിന്നെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആ അനാവശ്യങ്ങൾ മൊത്തം ആ ചെറുപ്പക്കാരിൽ നിന്ന് ഒഴിവായിട്ട് സംശുദ്ധനായി പോയി. ദുസ്വഭാവമുള്ളവരുടെ കൂടെ കൂടരുത്. ആഖിറത്തിലും നമ്മൾ അവരെ തെരഞ്ഞു നടക്കും. പക്ഷേ സഹോദരങ്ങളെ, സഹായിക്കാൻ വരില്ല. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. ഖിയാമത്ത് നാളിൽ കൂട്ടുകാര് പരസ്പരം ശത്രുക്കളാണ്. ഒരാള് മറ്റൊരാളോട് പറയും, നീയല്ലേ എന്നെ പെടുത്തിയത്, നീയല്ലേ എന്നെ കുടുക്കിയത്, നീ കാരണമല്ലേ ഞാൻ അത്രയും സിനിമ കണ്ടത്, നീ കാരണമല്ലേ ഞാൻ അത്രയും പെണ്ണുങ്ങളോട് സംസാരിച്ചത്, നീ കാരണമല്ലേ ഹറാമിനെ എന്റെ മനസ്സിൽ ഇത്രയും താല്പര്യം വന്നത്. എല്ലാവരും ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ. മുത്തഖീങ്ങളായ കൂട്ടുകാരൊഴികെ. നിന്റെ ഈമാൻ തെറ്റിക്കുന്ന കൂട്ടുകാര് വേണ്ട, ഇഖ്ലാസ് തെറ്റിക്കുന്ന കൂട്ടുകാര് വേണ്ട. പ്രിയപ്പെട്ട പെങ്ങളെ, നീ സൗഹൃദം പുലർത്തുന്ന ചങ്ങാതി, നിന്റെ ചങ്ങാഴ്ചയായ പെണ്ണ്, നിന്റെ ദീനിലും ദുനിയാവിലും നന്മ മാത്രം നിനക്ക് തരുന്ന പെണ്ണാകണം. തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സ്വഭാവം എപ്പോഴെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ വാസനിച്ചോ, വിട്ടേക്കണം കേട്ടോ. പിന്നൊരിക്കലും കൂടെ കൂടണ്ട. ഖല്ലി ഖില്ലി ഖുല്ലതൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. കൂട്ടുകാരാ, അന്ത്യം മോശമാക്കുന്ന കൂട്ടുകാരെ കൂടെ കൂടിയിട്ട് ആഖിറത്തിൽ കൈകടിക്കേണ്ട ദുരവസ്ഥ ഉണ്ടായിക്കൂടാ. ബാപ്പമാരെ ഉമ്മമാരെ ബഹുമാനിച്ച് ജീവിക്കുമ്പോ നിന്റെ കൂട്ടുകാരൻ നിന്റെ കൂട്ടുകാരി അവരുടെ വീട്ടിലെ ബാപ്പാനോട് ഉമ്മാനോട് ചെയ്യുന്ന കഥ പറഞ്ഞപ്പോ നീ വീട്ടിൽ വന്നിട്ട് ബാപ്പാനോട് സംസാരിക്കുമ്പോ ഉമ്മാനോട് സംസാരിക്കുമ്പോ നിന്റെ സംസാരത്തിൽ ഇതുവരെ കാണാത്ത കയർക്കുന്ന ശൈലി, ബഹുമാനത്തിനെതിരാകുന്ന ശൈലി കാണുമ്പോ ഉമ്മ ചിന്തിക്കുന്നു, പടച്ചോനെ, എന്റെ മകൾ ഇതുവരെ പറയാത്തൊരു വാക്കാണ് ഇന്ന് പറഞ്ഞത്, എന്റെ മോൻ ഇതുവരെ പറയാത്തൊരു വാക്കാണ് പറഞ്ഞത്, എവിടുന്നാണ് ഇവരത് കിട്ടിയത്? അന്വേഷിക്കണം ഉപ്പമാരെ. അവന്റെ കൂട്ടുകാരൻ അവന്റെ വീട്ടില് ബാപ്പാനെ തെറി വിളിക്കുന്നവനാണ്, ഉമ്മാനെ അടിക്കുന്നവനാണ്. ബാപ്പയും ഉമ്മയും ഇവനെ പേടിച്ചുകൊണ്ട് അവൻ പറയുന്നതൊക്കെ സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവരാണ്. ആ കഥയും ആ ഐഡന്റിറ്റിയും നിങ്ങളെ മകനിലേക്ക് മകളിലേക്ക് പതുക്കെ പതുക്കെ വരുന്നു. ആ ബന്ധം നിർത്തണേ, ആ
സുഗമമായ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സമ്മതിക്കല്ല. എക്കാലത്തും നാശം പിടിച്ച മോനായി, ബാപ്പയെ വെറുക്കുന്ന മോനെ, ഉമ്മയെ വെറുക്കുന്ന മോനെ, ബാപ്പക്ക് ഉമ്മക്ക് ഇടങ്ങേറ് ചെയ്യുന്ന മക്കള് അവര് നന്നാകുമോ? ഗുണം പിടിക്കുമോ? ഇല്ലേ ഇല്ല. മകന് വീട്ടിൽ വന്നപ്പോ ബാപ്പ പറഞ്ഞു, മോനെ നിസ്കാരത്തിന്റെ സമയമായി, പെട്ടെന്ന് നീ ഇതുവരെ നിസ്കരിച്ചില്ലേ, കുളിച്ചു മാറ്റിയിട്ട് വേഗം നിസ്കരിക്കണം, നിസ്കാരം ഇപ്പൊ ഖളാവൂലേ. അപ്പൊ മകൻ പറഞ്ഞു, ബാപ്പ അങ്ങനെ നിസ്കരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. സുബ്ഹാനല്ലാഹ്, ഇവനെന്താ എങ്ങനെ പറയും? നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഇത്രയും കാര്യം പറയാം, നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഇന്നലൊക്കെ നിസ്കരിച്ച ആൾ ഇന്ന് നിസ്കരിച്ചിട്ട് കാര്യമില്ല. നോക്കുമ്പോ സഹോദരങ്ങളെ, നിങ്ങളെ മകൻ ഒരു യുക്തിവാദിയാണ് കൂട്ടുകാരനായി കൂട്ടിയത്, ഒരു നിരീശ്വരവാദിയാണ് കൂട്ടുകാരനായി കൂട്ടിയത്. അവൻ പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡുകളാണ് ഇവന്റെ ജീവിതത്തിൽ പതുക്കെ പതുക്കെ വരുന്നത്. മതനിഷേധിയായിട്ട് ഇസ്ലാമിനെ നിഷേധിച്ച്, നിസ്കാരത്തെ നിഷേധിച്ച്, ബാപ്പാനെ നിഷേധിച്ച്, അള്ളാനെ നിഷേധിച്ച് അതിലേക്ക് വരിക. പെട്ടെന്ന് ശ്രദ്ധിക്കണം, പെട്ടെന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ മകനെ പിടുത്തം കിട്ടൂല. ബാപ്പയും ഉമ്മയും മരിച്ചു എന്ന് പറഞ്ഞാൽ കുട്ടി പറയും, അൽഹംദുലില്ലാ കുറെ കാലത്തേക്ക് ആ ശല്യം ഒഴിവായല്ലോ എന്ന് പറയും. അങ്ങനെ പറഞ്ഞു മക്കള്. ഞാൻ അതിൻ്റെ ഐഡന്റിറ്റി ഒന്നും പറയില്ല. ഇസ്ലാമീയത്തൊക്കെ കളഞ്ഞ മക്കള്, കൂട്ടുകാരെ കൂടെ കൂടിയിട്ട് അള്ളാഹുവിനെ വരെ ചോദ്യം ചെയ്യുന്ന മക്കള്, എടാ നിന്റെ വാപ്പ മരിച്ചിട്ടുണ്ട് എന്ന് ഫോൺ കോൾ വന്നു എന്ന് പറഞ്ഞപ്പോ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടി എന്താ പറയുന്നറിയോ? ഒരുപാട് കാലത്തേക്ക് ആ ശല്യം ഒഴിവായല്ലോ. നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം, നമ്മളെ മക്കൾ ഏത് സമാനിലേക്കാ പോകുന്നത്, ഏത് തരത്തിലേക്കാ പോകുന്നത് ആലോചിക്കാനാണ് ഞാനിത് പറയുന്നത്. കഥകളും വിഷയങ്ങളൊക്കെ പറയാൻ ഒരുപാട് എമ്പാടുണ്ട്. ബാപ്പാനെ ഉമ്മാനെ ബഹുമാനിക്കുന്ന മക്കള്, അത്ര നല്ല മക്കൾ, അത്ര സ്വാലിഹീങ്ങളായ മക്കൾ ആരാ?